അർജുന തൊട്ടരിക ദൗത്യ സംഘം. ശിരൂരിലെ ഗംഗാവലി നദിയിൽ അടിയൊഴുക്ക് ശക്തമായതോടെ ദൗത്യത്തിന് താൽക്കാലിക തിരിച്ചടി. അടിയൊഴുക്കും കാഴ്ച പരിമിതിയും വെല്ലുവിളിയായതിനെ തുടർന്ന് ഡീപ് ഡൈവിംഗ് നടത്തുന്നത് വൈകും. ഡൈവിംഗിന് കഴിയാത്ത സാഹചര്യമെന്ന് മുങ്ങൽ വിദഗ്ധർ വിലയിരുത്തി. ലോറിയുള്ള ഇടം കൃത്യമായി കണ്ടെത്താനായി ഡ്രോൺ പരിശോധന നടത്തും. ദൗത്യമേഖലയിൽ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററും ഇപ്പോൾ എത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആദ്യം ഷഫീദ് റാവുത്തറാണ് ചേരുന്നത്. അല്പസമയത്തിനകം ഹാഷ്മി താജ് ഇബ്രാഹിം, എച്ച് ശ്രീകാന്ത്, അരുൺ പാറക്കൽ എന്നിവരും ചേരും. ആദ്യം ഷഫീദ് റാവുത്തറിലേക്ക്. ഷഫീദ്, ഈ നദിയിലെ കുത്തൊഴുക്ക് അവിടെ ഇറങ്ങി പരിശോധിക്കുന്നതിന് തടസ്സമെന്ന് നാവിക സംഘം വിലയിരുത്തിയിട്ടുണ്ടല്ലോ. അതൊരു താൽക്കാലിക തിരിച്ചടിയല്ലേ ഈ ഘട്ടത്തിൽ? എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ ഷഫീദ്? ഉന്മേഷ, നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന ലൈവ് വിഷ്വലിൽ അവിടെ ആ മൺകൂനയ്ക്ക് നടുവിൽ അവിടെ നമുക്ക് കുറച്ച് ആളുകളെ കാണാം. അതായത് ആദ്യഘട്ട ഡ്രോൺ പരിശോധന, ഐബോർഡ് ഡ്രോൺ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് ശിരൂരിൽ. നിർണായകമാണ് അടുത്ത മണിക്കൂറുകൾ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രവുമല്ല, ഇതിൽ നിന്ന് കിട്ടുന്ന സിഗ്നലുകൾ, അത് എവിടെയാണ് ട്രക്ക് എന്നുള്ള കാര്യം എക്സാക്ട് വിവരമായി ഒരു പ്രിസൈസ്ഡ് ഫോമിൽ അത് ലഭിക്കും എന്നുള്ളതാണ്. അതിനുശേഷമായിരിക്കും നേവിയുടെ അടുത്ത റെസ്ക്യൂ ഓപ്പറേഷൻ്റെ അടുത്ത രീതി നമുക്ക് തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ അവർ തീരുമാനിക്കുകയുള്ളൂ. ആ വിവരം നമുക്ക് പങ്കുവെക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ശിരൂരിൽ അപകടം നടന്ന സ്ഥലത്ത് ഡ്രോൺ പരിശോധന. അത് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതാണ്. റിട്ടയർഡ് ജനറൽ ഇന്ദ്രപാൽ സർ അടക്കമുള്ള ആളുകൾ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ്. കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും ആ ഡ്രോൺ പരിശോധനയിലേക്ക് കടക്കും. ഏതാണ്ട് 1 മണിക്കൂർ മുൻപ് അതിൻ്റെ ബാറ്ററി റെയിൽ മാർഗം ശിരൂരിലെ അപകട സ്ഥലത്ത് എത്തിച്ചു. ശേഷം ഇത് അസംബിൾ ചെയ്യുന്ന ഒരു സമയത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരുന്നു. അസംബ്ലിംഗും പൂർത്തിയാക്കി ഇപ്പോൾ ഡ്രോൺ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ആ ദൂരക്കാഴ്ചയിൽ നമുക്ക് മൺകൂനയ്ക്ക് മുകളിൽ ഈ വിദഗ്ധ സംഘത്തെ അവരെ കാണാൻ കഴിയും. അവരിതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഡ്രോൺ പറപ്പിച്ചിട്ടുണ്ട്. ഡ്രോൺ പറപ്പിച്ച പരിശോധന നടത്തുകയാണ്. ആ റോഡ് സൈഡിൽ, അതായത് ഈ നദിക്ക് ഒരു വശത്തുള്ള അതിനോട് ചേർന്നിട്ടുള്ള താൽക്കാലിക ഡ്രോൺ സ്റ്റേഷനുണ്ട്. ആ ഡ്രോൺ സ്റ്റേഷനിൽ വിദഗ്ധ ആളുകളുണ്ട്. ആ ആളുകളായിരിക്കും ഇത് ഡീകോഡ് ചെയ്യുക, അവിടെ നിന്ന് കിട്ടുന്ന സിഗ്നൽ റിസീവ് ചെയ്യുക, അല്ലെങ്കിൽ ഡീകോഡ് ചെയ്യുക. ഏതാണ്ട് 20 മീറ്റർ താഴത്തിലധികം പോയി പരിശോധന നടത്താൻ കഴിയും. ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ അത് കൃത്യമായി നടത്താൻ കഴിയും. അതാണ് ഇതിൻ്റെ സവിശേഷത. ആ സവിശേഷതയിൽ നമ്മൾ അർജുനിലേക്ക് എത്താൻ നമുക്ക് കഴിയും. എത്രയും വേഗം എത്താൻ കഴിയും. എങ്ങനെയാണ് ട്രക്ക് കിടക്കുന്നത്, ട്രക്ക് തലകീഴായി കിടക്കുന്നു എന്നുള്ള വിവരം നേരത്തെ കഴിഞ്ഞ ദിവസം നടന്ന റഡാർ സോണാർ പരിശോധനകളിൽ നമ്മൾ കണ്ടെത്തിയതാണ്. ആ വിവരം നമ്മൾ കൈമാറിയതാണ്. ഇപ്പോൾ ആ സിഗ്നലുകൾക്കും അപ്പുറത്തേക്ക് കുറച്ചുകൂടി ആക്യുറേറ്റായി വിവരം നൽകാൻ കഴിയുന്ന, സിഗ്നൽ നൽകാൻ കഴിയുന്ന സംവിധാനം, അതാണ് ഐബോർഡ് ഡ്രോൺ. ആ ഐബോർഡ് ഡ്രോൺ ഇപ്പോൾ ആദ്യഘട്ട പരിശോധന ആരംഭിച്ചിരിക്കുന്നു. അല്പസമയം മുൻപ് ഗോവയിൽ നിന്നും കോസ്റ്റൽ ഗാർഡിന്റെ ഹെലികോപ്റ്റർ എത്തി ഏരിയൽ പരിശോധനയും പൂർത്തിയാക്കി. അങ്ങനെ ഈ രക്ഷാദൗത്യ സംഘത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു വലിയ ഇച്ഛാശക്തിയോടുകൂടി ഈ ദൗത്യ സംഘം ആ ട്രക്ക് കണ്ടെത്താൻ, ആ അർജുനെ കണ്ടെത്താൻ, നമ്മുടെ അർജുനും ആ ട്രക്കും എങ്ങോട്ടേക്ക്, അതല്ലെങ്കിൽ ഈ ആഴത്തിൽ മണ്ണിനടിയിലുണ്ട് എന്നുള്ള വിവരം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത് കണ്ടെത്താൻ ഇനി മണിക്കൂറുകളിലെ കാത്തിരിപ്പ് മാത്രമായിരിക്കും വരിക. ഏതെങ്കിലും കാരണവശാൽ നമുക്ക് നിരാശ നൽകിക്കൊണ്ട് ഈ കാലാവസ്ഥ പ്രതികൂലമാകാതിരുന്നാൽ മാത്രം മതി. പക്ഷേ അപ്പോഴും ശിലൂരിൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. ഈ മലകൾക്ക് മുകളിൽ നമുക്ക് കറുത്ത കാർമേഘങ്ങൾ കാണാം. ആ പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ച രക്ഷാദൗത്യം പൂർത്തിയാക്കാൻ കഴിയും. അടുത്ത മണിക്കൂറുകളിൽ തന്നെ പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളൊരു ശുഭസൂചകമായ വാർത്ത. അങ്ങനെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് അത് കർണാടക ജില്ലാ ഭരണകൂടത്തിൽ നിന്നും കാർവാർ അധികാരികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആ രീതിയിൽ പരിശോധനാ നടപടികൾ പുരോഗമിക്കുന്നു. നമുക്കിനി മുൻപിലുള്ളത് 2 സാധ്യതകൾ. അതിലൊന്ന് ഡ്രോൺ പരിശോധന നടത്തി അതിൽ എക്സാക്ട് വിവരം, ഇപ്പോൾ അവർ തമ്മിൽ സംസാരിക്കുന്നതടക്കം നമ്മൾ കാണാൻ കഴിയും. അവരുടെ കയ്യിൽ ഹാൻഡിയായി ഇതിൻ്റെ കൺട്രോൾ സിസ്റ്റം ഉണ്ട്. തൊട്ടപ്പുറത്തെ ഡ്രോൺ സ്റ്റേഷനിൽ ഇരുന്നുകൊണ്ട് ആ സിഗ്നലുകൾ ഡീകോഡ് ചെയ്യുന്നുണ്ട്. 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ സമയം, അതാണ് ഈ സിഗ്നലുകൾ കൃത്യമായി റിസീവ് ചെയ്ത ഒരു റിസൾട്ട് അത് ദൗത്യസംഘത്തിന് കൈമാറാൻ എടുക്കുക. അപ്പോൾ ആ രീതിയിൽ ഇനിയൊരു 2 മണിക്കൂറിൻ്റെ കാത്തിരിപ്പുണ്ട്. ഇവർക്ക് ചെയ്യാൻ കഴിയുന്നത്, ഡ്രോൺ സംഘത്തിന് ചെയ്യാൻ കഴിയുന്നത് ഇതിൻ്റെ സിഗ്നലുകൾ കണ്ടെത്തി കൃത്യമായ ഒരു ആക്യുറേറ്റ് ലൊക്കേഷൻ കണ്ടെത്തി അവർക്ക് നൽകുക, രക്ഷാദൗത്യ സംഘത്തിന് നൽകുക എന്നുള്ളതാണ്. അതിനുശേഷം നേവിയാണ് വളരെ ക്രിറ്റിക്കലായി അടുത്ത അവരുടെ റോൾ ചെയ്യേണ്ടത്. അത് സ്ക്യൂബ ഡൈവിംഗ് ആണ്, ഡീപ്പ് ഡൈവിംഗ് ആണ്. പക്ഷേ ആ ഡീപ്പ് ഡൈവിംഗ് എത്രത്തോളം പോസിബിൾ ആകും എന്നുള്ളതും
ഈ മിനിറ്റിലെ അതല്ലെങ്കിൽ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി മാറുന്നുണ്ട്. അല്പസമയം മുൻപ് കോസ്റ്റൽ ഗാർഡിന്റെ ഹെലികോപ്റ്റർ അവർ ഒരു ഏരിയൽ സർവേ, ഏരിയൽ പരിശോധന നടത്തിയപ്പോഴും അവർ കൊടുത്ത ഒരു ഇൻഫർമേഷനും അതും ഇപ്പോൾ ജില്ലാ ഭരണകൂടം അനൗദ്യോഗികമായി പങ്കുവയ്ക്കുന്നുണ്ട്. അടിയൊഴുക്ക്, പുഴയുടെ ഒഴുക്ക്, അതേപോലെ ജലനിരപ്പ്, ഇതടക്കം 3 കാര്യങ്ങൾ നമുക്ക് വിഘാതമായി, നമുക്കൊരു വലിയ തടസ്സമായി മാറുന്നുണ്ട്. പക്ഷേ ഈ രീതിയിലുള്ള കാലാവസ്ഥ തുടരുകയാണ് ശിരൂരിലെങ്കിൽ അടുത്ത മണിക്കൂറുകളിൽ തന്നെ നമുക്ക് സ്ക്യൂബ ടീമിന് ഒരു നേരിയ ഒരു സ്ട്രൈക്കെങ്കിലും അതിനകത്ത് നടത്താൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നുണ്ട്. അങ്ങനെ ആ രീതിയിൽ ആദ്യഘട്ട ഡ്രോൺ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ആ ഡ്രോൺ പരിശോധനയുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ആ ദൂരക്കാഴ്ചയിൽ നമുക്ക് മണൽക്കൂനയ്ക്ക് മുകളിൽ വിദഗ്ധ സംഘമുണ്ട്. 3 പേരാണുള്ളത്. അവരാണ് ഈ ഡ്രോൺ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ ഡ്രോൺ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ 20 മീറ്റർ ആഴത്തിൽ ബറീഡ് ഒബ്ജക്റ്റുകളെ ഡിറ്റക്ട് ചെയ്യാൻ ശേഷിയുള്ള അത്രയ്ക്ക് ശാസ്ത്ര സംവിധാനമുള്ള ഒരു കാര്യമാണ്. തൊട്ടപ്പുറത്തെ ഡ്രോൺ സ്റ്റേഷനിൽ ഇരുന്നുകൊണ്ടായിരിക്കും ഇതിൻ്റെ ഫൈനൽ കൺട്രോളുകൾ നിയന്ത്രിക്കുക. അതിൽ ഫൈനൽ കൺട്രോൾ അവർ നടത്തുക. അതിനുശേഷം അവിടെ നിന്ന് കിട്ടുന്ന സിഗ്നലുകൾ ഇവിടെ റിസീവ് ചെയ്ത് ഡീകോഡ് ചെയ്യും. അത് ദൗത്യ സംഘത്തിന് കൈമാറും. ശേഷം സൈന്യം, അതായത് നാവികസേന ഉൾപ്പെടെ ഇനി എന്താണ് അവരുടെ നെക്സ്റ്റ് എന്ത് ചെയ്യാൻ കഴിയും, ഈ സ്ക്യൂബ ഡൈവിംഗ് എത്രത്തോളം, ഡീപ്പ് ഡൈവിംഗ് എത്രത്തോളം പോസിബിൾ ആകും എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അവരൊരു തീരുമാനമെടുക്കുക. ഏതായാലും ആ സിഗ്നലുകൾക്ക് വേണ്ടി കാത്തിരിക്കാം. 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ സമയം വരെയാണ് അതിൻ്റെ ഒരു കാത്തിരിപ്പ് പരിധി. വലിയ രീതിയിലുള്ള പ്രതീക്ഷ ഇതുമായി ബന്ധപ്പെട്ട് ഈ കാർവാർ ജില്ലാ ഭരണകൂടം അടക്കമുള്ള, ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം അടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. ഈ പരിധിയിൽ ക്യാമറ അത് മാധ്യമങ്ങളെ അടക്കം പ്രവേശിപ്പിക്കുന്നതിൽ ചില വിലക്കുകളുണ്ട്. നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം അവർ സൂചിപ്പിച്ചതാണ്. ചില സാങ്കേതിക പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഡ്രോൺ പറത്തുമ്പോൾ ഉണ്ടാകുന്ന ഇഷ്യൂസ്, ക്രൈസിസ് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. ശരി ഷഫീദ്, ഏതായാലും അതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകർ അവിടേക്ക് പ്രവേശിപ്പിക്കാത്തതെന്നാണ് ഷഫീദ് റാവുത്തർ പറയുന്നത്.